പമ്പയിൽ ആളൊഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനം 1 മണിയോടെ ആരംഭിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയിലടക്കം സദസ്സ് ശൂന്യമായിരുന്നു. സംഗമം ഉദ്ദേശലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിയതോടെ ഇവിടെ എത്തിച്ചേർന്നവരും മടങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മാത്രം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, സർക്കാർ സ്പോൺസേർഡ് ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയാണ് തുടങ്ങിയതും എങ്ങനെയാണ് സമാപിച്ചതും എന്നുള്ളത് കണ്ടതാണ്. വലിയ അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ മാത്രമാണ് അവശേഷിച്ചത് എന്ന് മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാനിലടക്കം ചർച്ച നടത്താൻ തുടങ്ങിയെങ്കിൽ പോലും ആ സദസ്സ് ശൂന്യമായിരുന്നു എന്നുള്ളതും സർക്കാർ സ്വയം പരിഹാസ്യമാകുന്നതിന്റെ ഒരു തെളിവായി മാറുകയല്ലായിരുന്നു. രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയിലാണ്. ഇവിടെയാണ് രാവിലെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. അതിനുശേഷം ഈ ഉദ്ഘാടന സഭയൊക്കെ കഴിഞ്ഞ് 3 വേദികളിലായി ആളുകൾ പോകുകയും അവിടെയാണ് ഈ മാസ്റ്റർ പ്ലാനിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചർച്ചകളടക്കം നടന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കസേരകളൊക്കെ, അതായത് വേദിയിൽ നിന്ന് മുൻപോട്ടുള്ള കസേരകൾ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഒഴിഞ്ഞ നിലയിലാണ്. 5000 പേർ രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്ന ഈ ഒരു സംഗമം, അതിൽ 3000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രാവിലെ രജിസ്ട്രേഷൻ നോക്കുന്ന സമയത്ത് നിലയ്ക്കലിൽ നിന്നും 1500-ലധികം ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനായി എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ദേവസ്വം ജീവനക്കാരും സർക്കാർ ജീവനക്കാരെയും അടക്കം കുത്തിനിറച്ചു. പിന്നീട് നടന്ന മാസ്റ്റർ പ്ലാനിന്റെ ചർച്ചയിൽ പോലും ഈ കസേരകൾ, അതായത് മുൻനിരയിലുള്ള ഒരു 10 വരി പോലും തികയ്ക്കുവാനായില്ല എന്നുള്ളതാണ് മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച നടന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് വേദികളുടെയും അവസ്ഥ. അവിടെയും നടക്കുന്നത് ഈ തീർത്ഥാടന ടൂറിസം എന്നുള്ള ഒരു വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരക്ക് നിയന്ത്രണം എന്നുള്ള വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ അവസാന ഘട്ടമെന്ന നിലയിൽ ഈ സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു തിരക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പ്രധാന വേദിയിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ വേദിയിലുള്ളത് ദേവസ്വം മന്ത്രി VN വാസവനാണ്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളൊക്കെ വേദിയിലുണ്ട്. അതേസമയം തന്നെ ഈ മാസ്റ്റർ പ്ലാനിൻ്റെയും ഈ തീർത്ഥാടന ടൂറിസത്തിൻ്റെയും തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെയും ഒക്കെ അവലോകനമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഗമം എന്ന് പറയുന്നത് ആളെ തികയ്ക്കുവാൻ ദേവസ്വം ജീവനക്കാരെ കൊണ്ടോ സർക്കാർ ജീവനക്കാരെ കൊണ്ടോ കൂട്ടിയിട്ടും മുഴുവൻ കസേരകളും നിറയ്ക്കുവാനായില്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിലാക്കുന്നത്. കാരണം ഈ സംഘാടകരൊക്കെ തന്നെ ദർശനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പന്മാരെയൊക്കെ ഈ വേദിക്കുള്ളിലേക്ക് എത്തിക്കേണ്ട ഒരു തത്രപ്പാടിലൊക്കെ ആയിരുന്നു. പിന്നീട് എന്തായാലും ഉച്ചയ്ക്ക് ഊട്ടുപുരയിലൊക്കെ വലിയ തിരക്കൊക്കെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാപന സമ്മേളനം നടക്കുമ്പോൾ എത്രത്തോളമാണ് ഇവിടെയുള്ള തിക്കും തിരക്കുമെന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. എത്രത്തോളമാണ് ഈ കസേരകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതും പ്രധാന വേദിയിൽ നിന്നും എത്ര അകലെയാണ് ഈ ആളുകളൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഈ ദേവസ്വം ജീവനക്കാരും സർക്കാർ ജീവനക്കാരും ഒക്കെയാണ്. അവർക്ക് വേറെ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതുവരെയും അവർക്ക് ഇരിക്കേണ്ടി വരുന്നത്. എന്തായാലും മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ഇപ്പോഴും ഇവിടെ എത്തിയവരോട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ഇവിടെ ഇരിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല എന്നതിനപ്പുറം അവരൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങളിൽ ഓരോരുത്തരും അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ ശബരിമലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഞങ്ങൾ കാര്യമായിട്ടുള്ള ചർച്ച നടത്തി, അതോടൊപ്പം തന്നെ വലിയ പങ്കാളിത്തമുണ്ടായി എന്നൊക്കെ. പക്ഷേ ആ പങ്കാളിത്തമൊക്കെ നമ്മൾക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. എത്രത്തോളമാണ് ഈ സർക്കാർ നടത്തുന്ന ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലെ ജനപങ്കാളിത്തമെന്ന്. അത് ഭക്തജന പങ്കാളിത്തം എന്ന് പറയുമ്പോൾ തന്നെ മുൻ സിമി നേതാവായിട്ടുള്ള KT ജലീലിനെയും അതോടൊപ്പം തന്നെ ഈ സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന തമിഴ്നാട്ടിലെ മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തിയത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് പ്രസംഗത്തിലൂടെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടി, അത് വലിയ രീതിയിൽ ആർഭാടമായിട്ടുള്ള രീതിയിൽ നടത്തിയ പരിപാടിയിൽ ആളെണ്ണം തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് തന്നെയാണ് നമുക്ക് പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. അതായത് രാവിലെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും ഒരു പകുതിക്ക് അപ്പുറത്തേക്കുള്ള കസേരകൾ നിറയ്ക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതും ഈ പമ്പയിൽ നടത്തുന്ന ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡുകൾക്ക് അടക്കം ഉത്തരവ് നൽകുന്ന ഈ സർക്കാരിനെ കൊണ്ട് അതിന് സാധിച്ചില്ല എങ്കിൽ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്.
നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത് എന്നുള്ളത്, ഇതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ്, ഏത് തരത്തിലാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചിലവുകൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ. 7 കോടിയാണ് ഈ ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. ആ 7 കോടി ചിലവഴിച്ച് എന്ത് നേടി, അല്ലെങ്കിൽ ഈ ശബരിമലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായും ഇനി ദേവസ്വം ബോർഡോ സർക്കാരോ നൽകേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ തീർത്ഥാടന ടൂറിസമോ തിരക്ക് നിയന്ത്രണമോ ഒക്കെ സെമിനാറുകൾ നടത്തുമ്പോൾ ആ സെമിനാറുകൾക്ക് കൃത്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോയി അത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. കാരണം മനോജ്, അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ സർക്കാരിനേറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ നിന്നെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുമോ എന്നുള്ളത് ഇനിയും കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ട കാര്യമാണ്. കാരണം സാധാരണക്കാരെ, ഭക്തരെ പറ്റിക്കാനുള്ള ഒരടവും ഇവിടെ ചിലവാകില്ല എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം തന്നെയായി മാറുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം നടത്തിയ ഈ സർക്കാർ പ്രഹസനം ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സർക്കാരിന് സാധാരണക്കാർ നൽകിയ മറുപടി അതല്ല. ഇവർ ആളെ കൂട്ടാനുള്ള തത്രപ്പാടൊക്കെ നടത്തുന്നെങ്കിൽ പോലും അങ്ങനെ പോലും തികയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. തീർച്ചയായും ആളെ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരുന്നു. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും സർക്കാർ ജീവനക്കാരും അടക്കം ID കാർഡും ഇട്ട് ഇവിടെ ഈ കസേരകൾ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് അങ്ങോട്ട് പകുതിക്കപ്പുറമുള്ള കസേരകൾ തികയ്ക്കുവാനുള്ള മറ്റ് തത്രപ്പാടിലായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വേദിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ഇത് ശ്രവിക്കുന്ന ആളുകളാണ്. അതായത് ദേവസ്വം മന്ത്രി അടക്കം വേദിയിലുണ്ട്. ഇനി സമാപന സമ്മേളനം നടക്കുന്നു. എന്നാൽ അത് ശ്രവിക്കുവാനുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്ന, സർക്കാരിനെ വളരെ അധികം വിഷമിപ്പിക്കുന്ന കാര്യം. കാരണം ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ സെമിനാറുകളോടുകൂടിയ ഒരു വലിയ സംഗമമാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ ഇവിടെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ, മറുഭാഗത്ത് അന്നേ ദിവസം തന്നെ നമുക്ക് രാവിലെ മുതൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഇവിടെയുള്ള രജിസ്ട്രേഷൻ എന്നും അതോടൊപ്പം തന്നെ എത്രത്തോളമാണ് ഈ ഒരു കസേരകളിൽ ഇരുന്നിട്ടുള്ള ആളുകളെന്നും നമുക്ക് നോക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി ഇവിടെ ആളുകൾ ഇല്ല എന്നുള്ളതാണ്. അതായത് സമാപന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ഈ ആളുകളാണ് ഇവിടെ ഈ വേദിക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവരൊക്കെ തന്നെ നമുക്ക് പലരിലും ID കാർഡുകൾ കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണ്, സർക്കാർ ജീവനക്കാരാണ്. എന്തായാലും ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുവാനോ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനോ ഒന്നും കെൽപ്പുള്ള തരത്തിലുള്ള സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഒന്നും നമുക്ക് അങ്ങനെ ഈ സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. പലരുടെയും വായിൽ നിന്ന് തന്നെ അത് വരുന്നുണ്ട്. കാരണം തങ്ങളൊക്കെ അവധി പറഞ്ഞ് മറ്റൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ള കാര്യം അത് നമുക്കിന്ന് രാവിലെ തന്നെ മനസ്സിലായിരുന്നു. എന്തായാലും ഈ ഒരു മാസ്റ്റർ പ്ലാൻ ചർച്ചയൊക്കെ നടക്കുമ്പോൾ അത് നേരത്തെ തന്നെ ശബരിമലയിൽ എത്തരത്തിലായിരിക്കണം അതിൻ്റെ വികസനം, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ പ്രധാനമായും ചർച്ചകൾ നടത്തുമ്പോൾ അതിന് പ്രാതിനിധ്യം വഹിക്കേണ്ടവർ ഇവരൊക്കെയാണോ എന്നുള്ളതാണ് സംശയം. കാരണം ഇത്രയും ആളുകൾ മാത്രം മതിയോ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ എന്നതും വലിയ സംശയമാണ്. എന്തായാലും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ വലിയ സംഖ്യയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഒന്നുമില്ലെങ്കിൽ CPM-നെങ്കിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജില്ലയുടെ ചാർജുള്ള മന്ത്രിമാർക്കടക്കമുണ്ട്. എന്തായാലും ആ അർത്ഥത്തിൽ എന്തായാലും മനോജ് തുടരുക. മനോജിലേക്ക് എത്താം. ഇപ്പോൾ സമാപന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ തന്നെയാണ്. നമുക്ക് ഗോകുലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഗോകുൽ രമേശ് കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? സമാപന സമ്മേളനം ഒഴിഞ്ഞ കസേരകളാൽ സമൃദ്ധമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ്. എന്ന് മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാനിൽ അടക്കമുള്ള ചർച്ച എന്ന് പറയുമ്പോൾ വേദിയിൽ നിന്നുകൊണ്ട് മന്ത്രി പ്രസംഗിക്കുക മാത്രമാണ്. താഴെ കുറച്ച് ദേവസ്വം ജീവനക്കാർ മാത്രം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് സമാപന സമ്മേളന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഗൂഗിളിന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നും?
ഗോകുലിലേക്ക് എത്താം. മനോജിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനോജ്, ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവനാണല്ലോ സമാപന സമ്മേളനത്തിൽ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ വാസവൻ സംസാരിക്കുന്ന സമയത്ത് മുൻവശത്ത് കുറച്ച് ജീവനക്കാർ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു 50 പേർ കാണുമായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി. ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ കസേരകളും പുറകുവശത്തായി മാധ്യമപ്രവർത്തകരും മാത്രമായി അവശേഷിക്കുന്ന ഒരു ദൃശ്യമല്ലേ കാണാൻ കഴിയുന്നത്? പല ഭാഗങ്ങളിലായാണ് ആളുകൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് എനിക്ക് മുന്നിൽ കാണുന്ന ഭാഗം ഈ വേദിക്ക് തൊട്ട് മുന്നിലുള്ള ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ കണക്കെടുത്ത് നോക്കിയാൽ പോലും ഒരു 100 തികയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുവാനുള്ള ആളുകളില്ല എന്നുള്ളതാണ്. എന്തായാലും 3000 പേർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടമൊക്കെ ഇവിടെ രാവിലെ മുതൽ തയ്യാറായിരുന്നു. പക്ഷേ അതിലേക്ക് ആളെ കൊണ്ട് ഇരുത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് പലരും പുറത്തുനിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഈ കസേരകൾ മുഴുവൻ തികയ്ക്കുവാൻ സാധിക്കുന്നില്ല. പിന്നീട് അത് സമാപന സമ്മേളനമാകുമ്പോൾ, അതായത് ഇന്ന് വൈകിട്ട് 6 മണി വരെയും ഇന്ന് ഈ ഒരു സംഗമം ഉണ്ടാകുമെന്നുള്ളതൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംഗമം അത് രാവിലെ മുതൽ ആരംഭിക്കുമ്പോൾ രാത്രി വരെ, അതായത് അത് അവസാനിക്കുന്നത് വരെ ഏതൊക്കെ തരത്തിലുള്ള സെമിനാറുകളാണോ അല്ലെങ്കിൽ അവിടെ ഡെലിഗേറ്റ്സായി എത്തുന്നവരൊക്കെ ആ മുഴുവൻ പരിപാടിയിലും പങ്കെടുത്തിട്ട് മാത്രമേ മടങ്ങുകയുള്ളൂ. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഈ പകുതി ആളുകളെങ്കിലും ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. ബാക്കി പകുതിയാണ് കാലിയായി കിടന്നിരുന്നത്. എന്നാൽ പിന്നീട് ആ സെമിനാറുകളിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവർ ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഈ സമാപന സമ്മേളനത്തിന് ദേവസ്വം മന്ത്രി സംസാരിക്കുന്നത് കേൾക്കാൻ പോലും ഇവിടെ ആളുകളില്ല എന്നുള്ളതാണ്. മനോജിലേക്ക് എത്താം. ഇപ്പോൾ അത്തരമൊരു സെമിനാർ വേദിയിൽ നിന്ന് തന്നെ നമ്മുടെ പ്രതിനിധിയായ ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, സെമിനാർ ഹാളിലാണോ നിൽക്കുന്നത്? അവിടുത്തെ അവസ്ഥ എന്താണ്? രോഹിണി, ഇവിടെ സെമിനാർ ഹാളിൽ തന്നെയാണ്. 2ാം നമ്പർ വേദിയിലായിരുന്നു. ഇവിടെ ഈ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുകയുണ്ടായത്. പക്ഷേ പേരിന് ഒരു ചടങ്ങ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെമിനാർ പൂർത്തിയായി ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഈ സെമിനാറിൽ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു ചർച്ചകളോ മറ്റ് കാര്യക്രമങ്ങളോ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട്, ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാന വേദിയിൽ ഉൾപ്പെടെ ഉള്ളതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സെമിനാറിൽ ഇവിടെ പങ്കെടുക്കുകയുണ്ടായത്. മറ്റ് 3ാമത്തെ വേദിയിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം നടക്കുമ്പോൾ പോലും ആ പാതിയോളം കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച രാവിലെ കണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഈ 2-3 വേദികളിലായിട്ട് സെമിനാറുകൾ ആരംഭിച്ചത്. ആ ഉദ്ഘാടന സഭ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇരുന്ന പകുതി പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സഭാ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി ഈ പരിപാടിയിൽ നിന്ന് തന്നെ പിന്മാറുന്ന കാഴ്ച കണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ള, അതായത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരും ഏതാനും ചില കാഴ്ചക്കാരും മാത്രമാണ് ഈ സെമിനാർ ഹാളുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ സെമിനാറുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം സമാപന സമ്മേളനം പ്രധാന വേദിയിൽ നടക്കുകയാണ്. അവിടുത്തെ കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയും കസേരകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമാപന സമ്മേളനവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും സർക്കാർ കൊട്ടിഘോഷിച്ചതുപോലെ 3000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൻ്റെ 1/3 പോലും എത്തുന്നില്ല പല വേദികളിലും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക കണക്കുകൾ കൂടി പുറത്തു വരാനുണ്ട്. എങ്കിൽ പോലും ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 2000-ൽ താഴെ ആളുകൾ മാത്രമാണ് ആകെ പരിപാടിയിൽ വന്നത്. 5000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. അതിൻ്റെ എന്തായാലും 2000-ൽ താഴെ ആണ് പങ്കെടുത്തിട്ടുള്ളത്. ഒപ്പം ഈ 3000 ആളുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അവയൊക്കെ തന്നെ എന്തായാലും പാഴായി പോകുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആൾക്കൂട്ടം അത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വന്നത് വളരെ തുച്ഛമായിട്ടുള്ള ശതമാനം മാത്രമാണ്. അതും കൊണ്ടുവന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം സാധാരണഗതിയിൽ ഈ രജിസ്ട്രേഷൻ ചെയ്ത് വന്ന ആളുകളല്ല, നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ, ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരെ ഒക്കെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പരിപാടിയിൽ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു സംഖ്യ കാണിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളായിരുന്നു സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നും രാവിലത്തെ പരിപാടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ പേരിന് അല്ലെങ്കിൽ ഒരു പ്രഹസന രൂപേണ മാത്രമാണ് അതിനുശേഷം നടന്നിട്ടുള്ള 3 സെമിനാറുകളും നടന്നത് എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ആ ഒരു വലിയ മഹാസംഗമം, അതിനോടനുബന്ധമായിട്ട് നടത്തി വന്നിരുന്ന കാര്യക്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോയി. ഇപ്പോൾ
പൊളിഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയുവാനായിട്ട്. അത് മാത്രമല്ല ഗൂഗിൾ, സാധാരണഗതിയിൽ സർക്കാർ പറഞ്ഞത് കൃത്യമായ ചർച്ചകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും, അതിന്റെ അടിസ്ഥാനത്തിലാണ് സെമിനാറുകൾ പുരോഗമിക്കുക, അതിൽ വളരെ നൂതനമായ ചില ആശയങ്ങളൊക്കെ ഉടലെടുക്കും, അതൊക്കെ സർക്കാർ പ്രാവർത്തികമാക്കും എന്ന തരത്തിൽ ആയിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ. പക്ഷേ സമാപന സമ്മേളനത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. സെമിനാർ ഹാളിലാണെങ്കിൽ എത്ര പേർ കയറി എന്നതിന് പോലും കണക്കില്ല, എത്ര കാര്യക്ഷമമായ ചർച്ചകൾ നടന്നു എന്നതിൽ കണക്കില്ല. പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനം? ഒരുപക്ഷെ വൈകുന്നേരം ഇതിനെക്കുറിച്ച് ഏതെങ്കിലും മന്ത്രിമാരോട് ചോദിച്ചാൽ അവർ വീണ്ടും പറയുമായിരിക്കും വലിയ വിജയമായിരുന്നു എന്ന്. ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ അവർ കണ്ടില്ലെന്ന് നടിക്കും. എന്തായാലും സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ചില കോടീശ്വരന്മാരെ മാത്രം ആകർഷിക്കാനായി നടത്തിയ ഈ വേദി തികച്ചും ഒരു പരാജയമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു തിരിച്ചറിവാണ് സർക്കാരിന്. കാരണം പ്രഹസനങ്ങളോ നാടകങ്ങളോ നടത്തിയാൽ ഭക്തർ വീഴുകയില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് ഇന്നത്തെ ദിവസം മാറി എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും പ്രഹസന രൂപേണയാണ് ഇന്ന് നടന്നിട്ടുള്ള എല്ലാ പരിപാടികളും നടന്നിരിക്കുന്നത്. സെമിനാറുകൾ പേരിന് മാത്രമായിട്ട് നടന്നു. ആ സെമിനാറുകൾ കൊണ്ട് എന്ത് ഗുണം ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷത്തിനുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ചോദ്യം. പ്രധാനമായിട്ടും 3 വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന് പ്രധാനമായിട്ടും ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ്. 2 എന്ന് പറയുന്നത് ശബരിമലയെ ഒരു തീർത്ഥാടന ടൂറിസമാക്കി ഹബ്ബാക്കി മാറ്റുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കും. 3-മത്തേത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. 3 വേദികളിലായിട്ട് ഈ 3 ചർച്ചകൾ നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ചർച്ചകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനത്തിലുള്ള വലിയ ആളുകളെയൊക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല. കാര്യക്ഷമമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം ഈ ചർച്ചകളിലൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഈ സമാപന സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ ഈ സെമിനാറുകളുടെ ഒരു വിശകലനം, ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നുണ്ട്. ആ അവതരിപ്പിക്കുന്ന സംക്ഷിപ്ത രൂപം തന്നെ വളരെ ദുർബലമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണമോ കാര്യമായിട്ടുള്ള ചർച്ചകളോ ഒന്നും തന്നെ നടക്കാതെയാണ് ഈ സെമിനാറുകൾ പൂർത്തിയായിട്ടുള്ളത്. ഉദ്ഘാടന സഭയും അതുപോലെ തന്നെ ഈ ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കുത്തിനിറച്ച് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന CPM-ന്റെ പതിവ് രീതി അത് തന്നെ ഇവിടെയും ദേവസ്വം ബോർഡും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇപ്പോൾ സമാപന സമ്മേളനവും കൂടി പുരോഗമിക്കുകയാണ്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. എന്തായാലും സർക്കാർ സ്പോൺസേഡ് ആ മഹാസംഗമം പൊളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം യഥാർത്ഥ ഭക്തന്മാരാരും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വരും എന്നുള്ളൊരു വിശ്വാസം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. നേരത്തെ തന്നെ കർണാടക, തെലങ്കാന, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവർ ഔദ്യോഗിക പ്രതിനിധികളെ പോലും സർക്കാരിൻ്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് അയക്കാതിരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കേവലം 2 മന്ത്രിമാർ മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്നും ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക പ്രതിനിധികളായിട്ട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാക്കി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ഔദ്യോഗിക പ്രതിനിധികളെ പോലും അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരുകൾ പോലും തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് അവിടെ നിന്നുള്ള ഭക്തന്മാർക്ക് പോലും വരാഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ പ്രതികരണം ചോദിച്ച ഇവിടെ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വന്നു ആ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ അവരെ അങ്ങനെ ചെയ്തൊക്കെയാണ് അവർ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പല രീതിയിലുള്ള തട്ടിപ്പുകളും അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിലൊക്കെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളതെന്ന് അതിൽ നിന്ന് തന്നെ ഈ ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിലുള്ള കുറ്റമറ്റതായിട്ടുള്ള രീതിയിലുള്ള രജിസ്ട്രേഷൻ നടപടികളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. വരുന്നവർ വരട്ടെ എന്നുള്ളൊരു നിലപാട്. അതുകൂടാതെ ഈ ആരും വരാതായപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ഇവിടെ തൊഴാൻ വന്ന ആൾക്കാരെയും ഒക്കെ പിടിച്ച് അകത്തിരുത്തുന്ന ഒരു കാഴ്ചകളും അനുഭവങ്ങളും രാവിലെ കാണുവാനായിട്ടൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ വിശ്വാസി സമൂഹം ഈ സർക്കാരിൻ്റെ ഗിമ്മിക്കുകളിൽ ഈ നാടകങ്ങളിൽ വീഴില്ല എന്ന് ഒരിക്കൽ കൂടി സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. യുവതീ പ്രവേശന സമയത്ത് സർക്കാർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾക്ക് യഥാർത്ഥ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ചില നടപടികളൊക്കെ അവർക്ക് ഏതു വിധത്തിൽ തിരിച്ചടിയായി എന്ന് അതിനുശേഷം കാലം കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന വേളയിലാണ് ഈ ന്യൂനപക്ഷ പ്രീണനം മാത്രം പോരാ, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ കൂടി സമൂഹത്തെ കൂടി ഒന്നിച്ച് നിർത്തേണ്ടതുണ്ട്, അവരുടെ ഭാഗത്തേക്ക് നിർത്തേണ്ടതുണ്ട് എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് സംഗമമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉദ്ദേശം അതായിരുന്നു. അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസി സമൂഹം CPM-നോടൊപ്പം ഇക്കുറി നിൽക്കും, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ പൊറുക്കും എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ
വിശ്വാസം. പക്ഷേ ജനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ആ വിശ്വാസത്തെ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നേതാക്കൾക്കും സംസ്ഥാനത്തെ സർക്കാരിനും ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും എത്രമാത്രം ഹൈന്ദവ ആചാരങ്ങളെയും അല്ലെങ്കിൽ ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുകയുണ്ടായത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പ്രീണനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തന്ത്രമായി മാത്രമേ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൊന്നും പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ വീഴില്ല എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി നിലവിള കളക്കം കൊടുത്തിക്കൊണ്ട് ശബരിമലയുടെ അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട തത്വങ്ങളും ആചാരങ്ങളും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ. പക്ഷേ അതൊന്നും തന്നെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഈ സംഗമത്തിൽ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കൂടി സർക്കാരിനും ഇടതുപക്ഷം എന്ന പാർട്ടിക്കും നേരിടേണ്ടതായിട്ട് വരും. 2 ദിവസത്തിനുള്ളിൽ ശബരിമലയിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ സംഗമം പന്തളത്ത് നടക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ആ വിശ്വാസി സംഗമം തീർച്ചയായിട്ടും ഈ സംഗമത്തിനുള്ള ഒരു മറുപടിയായിരിക്കും. രോഹിണി. ശരി ഗോകുൽ, എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ ഒഴിഞ്ഞ സദസ്സുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമാപന സമ്മേളനം നടക്കുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ദേവസ്വം ജീവനക്കാർ മാത്രമാണ്, ബാക്കിയെല്ലാം ഒഴിഞ്ഞ കസേരകളായി തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.